നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഒരു സ്കാമിന്റെ എനിക്ക് നടന്നൊരു സംഭവം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മളൊരു ക്രൈം ബ്രാഞ്ചിന് സൈബർ ക്രൈമിന്റെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ആ സൈബർ ക്രൈം കംപ്ലൈന്റ് എങ്ങനെയാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് വീഡിയോയ്ക്ക് കിടക്കാം. ഓക്കെ, സോ അതിനായിട്ട് ഫസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സൈബർ ക്രൈം ഓൺലൈൻ കംപ്ലൈന്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. cybercrime.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരും. ഏതൊരു വെബ്സൈറ്റും ശ്രദ്ധിക്കുക, government.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവസാനിക്കുന്നതാണ് ഗവൺമെന്റ് വെബ്സൈറ്റ്സ്. ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ സൈറ്റ് ലോഡ് ആയതിനു ശേഷം ഓക്കെ, ഈ മുകളിൽ തന്നെ രജിസ്റ്റർ എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണും. അതിൽ 3 ഓപ്ഷൻ കാണും. വുമൻ, ചിൽഡ്രൻ റിലേറ്റഡ്, അതായത് സ്ത്രീകളോ കുട്ടികൾക്കോ നേരായ സൈബർ ആക്രമണങ്ങൾക്ക് ഇതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. മറ്റേ ഏത് തരം സൈബർ ആക്രമണങ്ങളും കുട്ടികൾക്കോ സ്ത്രീകൾക്കോ എതിരെ നടന്നാൽ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. കാരണം ഇത് ഒന്നുകൂടി സ്പീഡപ്പ് ആയിരിക്കും പ്രോസസ്സ്. ഫൈനാൻഷ്യൽ ഫ്രോഡ് ആണ് നിങ്ങൾക്ക് നടന്നത്, പൈസ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള എന്തെങ്കിലും സൈബർ കുറ്റകൃത്യമാണ് നിങ്ങൾക്ക് എതിരെ നടന്നതെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതർ സൈബർ ക്രൈം, മറ്റേതെങ്കിലും സൈബർ ക്രൈം ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ എന്തായാലും അതറാണ് ക്ലിക്ക് ചെയ്യുന്നത്, കാരണം ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ആ ഒരു കംപ്ലൈന്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഇതിൽ ഡെമോ ആയിട്ട് കാണിക്കുന്നത്. സോ അതർ ക്രൈം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും അതേ പേജിലേക്ക് തന്നെയാണ് പോവുക. വുമൻ ആൻഡ് ചിൽഡ്രന്, ഫൈനാൻഷ്യൽ ഫ്രോഡ്, അതർ സൈബർ ക്രൈം. ഞാൻ ഇതിൽ രജിസ്റ്റർ എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഈ വുമൻ കംപ്ലൈന്റിൽ മാത്രം അനോണിമസ് ആയിട്ട് ആരാന്ന് അറിയാതെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വന്ന് രജിസ്റ്റർ ആൻഡ് ട്രാക്ക് ആണ്. രജിസ്റ്റർ ആൻഡ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് ഡീറ്റെയിൽസ് കൊടുത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ അനോണിമസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആവും. നിങ്ങൾ ആരാണ് ഈ കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്ന് അറിയാതിരിക്കുന്ന കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. വുമൻ, ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ ചെയ്താൽ നടക്കും. എന്തായാലും ഞാനിവിടെ സൈബർ ക്രൈമിന്റെ രജിസ്റ്റർ കംപ്ലൈന്റ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സൈബർ ക്രൈമിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഫയൽ എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതായത് കംപ്ലൈന്റ് ഫയൽ ചെയ്തതിന് മുന്നായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ ഉണ്ടാവും. ഇത് ഞാൻ നമുക്കിത് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഓൾറെഡി ആളുകൾ ചോദിച്ച ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും, അത് നോക്കിയിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ള അക്നോളജ്മെന്റ് ആണ്. ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും വരും. ആദ്യമായിട്ട് നമുക്ക് സിറ്റിസൺ ലോഗിൻ, നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുന്നേ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ സൈഡിലായിട്ട് എഴുതിയിരിക്കുന്നത്. കുറ്റകൃത്യം നടന്ന ഡേറ്റ്, ടൈം ക്ലിയർ ആയിട്ട് വേണം. അതുപോലെ ഇൻസിഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് 200 ക്യാരക്ടേഴ്സിൽ ഒരു പാരഗ്രാഫ് ആയിട്ട് നമ്മൾ എഴുതണം. ID കാർഡ്, ഏത് വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒരു ID കാർഡിന്റെ സോഫ്റ്റ് കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. PNG ഫയൽ, അതായത് JPEG ഫയൽ, ഫോട്ടോ ഫയലായിട്ട് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. 5 MB താഴെ ആയിരിക്കണം ഫയലിന്റെ സൈസ്. അതുപോലെ ഫൈനാൻഷ്യൽ ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക്, വാലറ്റ് ഡീറ്റെയിൽസ്, ഏത് ബാങ്ക് അല്ലെങ്കിൽ ഏത് വാലറ്റ് ആണ്, എന്താണ് ഡീറ്റെയിൽസ് വേണം. ട്രാൻസാക്ഷൻ നമ്പർ വേണം, ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് വേണം, എമൗണ്ട് വേണം. ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ എല്ലാത്തിനും സോഫ്റ്റ് കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇതല്ലാതെ നിങ്ങൾ കുറ്റകൃത്യം ചെയ്ത ആളോ വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ URL അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലോ കാര്യങ്ങളോ അറിയുകയാണെങ്കിൽ അതും ഇവിടെ കൊടുക്കണം. അത് കുറ്റകൃത്യം തന്നെ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അവിടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അഡ്രസ്, ഫോട്ടോഗ്രാഫ്, അങ്ങനെ ഡോക്യുമെന്റ്സ് എന്താണ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഇതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ യൂസർ ID ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ യൂസർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം സംസ്ഥാനം ചോദിക്കും. നിങ്ങളുടെ സംസ്ഥാനം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ലോഗിൻ ID, പ്രിഫറബിളി നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുകയായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ID നമ്പർ കൊടുക്കുക. ഗെറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് OTP എൻ്റർ ചെയ്യുക. സോ നമ്മൾ OTP എൻ്റർ ചെയ്യുക. മൊബൈൽ OTP എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലോഗിൻ ആവും. നിങ്ങൾ ഓൾറെഡി ഇത് ന്യൂ യൂസർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ഓൾറെഡി ലോഗിൻ ID ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ID എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ ഇമെയിൽ ID ആണെങ്കിൽ ഇമെയിൽ ID, അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാം. ഓക്കെ, OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് എത്തും. ഈ പേജിലേക്ക് എത്തുമ്പോൾ 4 ഓപ്ഷൻ ആണ്. ഇൻസിഡന്റ് നടന്ന ഡീറ്റെയിൽസ്, സസ്പെക്ടിന്റെ ഡീറ്റെയിൽസ്, കംപ്ലൈന്റ് ഡീറ്റെയിൽസ്, പിന്നെ പ്രിവ്യൂ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. എന്തായാലും ഡീറ്റെയിൽസ് പിന്നെ കാറ്റഗറി ഓഫ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ആദ്യം വരിക. അത് ഡ്രോപ്പ് ഡൗൺ ആണ്. ഇതിൽ നമുക്ക് ഏതാണ് നിങ്ങളുടെ കാറ്റഗറി, ഓൺലൈൻ ആൻഡ് സോഷ്യൽ മീഡിയ ക്രൈം ആണോ, ഫൈനാൻഷ്യൽ ഫ്രോഡ് ആണോ, കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാമേജ് ചെയ്തത്, അതായത് ഈ വൈറസ് കയറ്റിയിട്ട് സൈബർ ട്രാഫിക്കിംഗ് ആണോ, ഗാംബ്ലിംഗ്, റാൻസം വെയർ, ക്രിപ്റ്റോ കറൻസി, സൈബർ ടെററിസം, എനി അതർ
സൈബർ ക്രൈം. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ അതിൽ സെലക്ട് ചെയ്തത് ഓൺലൈൻ ആൻഡ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ക്രൈം ആണ്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന്റെ സബ് കാറ്റഗറിയാണ്. ചീറ്റിംഗ് ആണോ, സൈബർ ബുള്ളിങ്, സ്റ്റാക്കിംഗ്, അങ്ങനെ സംഭവങ്ങളാണോ, എന്താണ് നിങ്ങളുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ എനിക്ക് മാച്ചിങ് ആയി തോന്നിയ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്തായാലും ആ ഒരു നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ആൻഡ് ടൈം, നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഈ ഇഷ്യൂ നടന്നത് വെച്ചാൽ ഡേറ്റ് സെലക്ട് ചെയ്യുക, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ടൈം കൊടുക്കുക. അതിനുശേഷം ഡിലേ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ഇന്നാണ് നടന്നത്, ഇന്ന് നടന്നിട്ട് നമുക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, അടുത്ത ദിവസമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് സംഭവം, ഡിലേ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ എന്തിനാണ് ഡിലേ എന്നുള്ളത് നമ്മൾ ഈ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ഇഷ്യൂ നടന്ന അന്ന് തന്നെയാണ്, ആ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നോ എന്ന് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഓപ്ഷൻ വേർ ഡിഡ് ദ ഇൻസിഡന്റ് ഒക്കർ, എവിടെയാണ് നടന്നത്, ഇമെയിലാണോ, വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അതാണോ ഇതിൽ ഒരുപാടുണ്ട്. ഇതിൽ എന്തിന്റെ ഇഷ്യൂ ആണ്, മൊബൈൽ ആപ്പ് വഴിയാണോ, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം സപ്പോർട്ട് ആയിട്ടുള്ള എവിഡൻസ് ഏതാണ് മൊബൈൽ ആപ്പ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എനിക്ക് വന്നിട്ട് മെസ്സേജസ് ആണ് വന്നത്. സോ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിരുന്നത് ഞാൻ മൊബൈൽ ആപ്പാണ്. മൊബൈൽ ആപ്പിന് കൊടുത്തിട്ട് ആ മൊബൈൽ ആപ്പിന്റെ പേരിൽ ഞാൻ നമ്മുടെ ഭാരത് പേയിലാണ് ഇഷ്യൂ നടന്നത്. സോ ഭാരത് പേ എന്ന് ടൈപ്പ് ചെയ്തു. എവിഡൻസ് ആയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എന്റെ മെസ്സേജസ് ആയിട്ട് ഒരുപാട് OTP വന്നിരുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് അതാണ് ഇവിടെ അറ്റാച്ച് ചെയ്തത്. 2 സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അതാണ് ജോയിൻ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തത്. അതിനുശേഷം ഈ ഇൻസിഡന്റിനെ കുറിച്ച് 200 ക്യാരക്ടറിൽ കവിയാതെ മിനിമം ആയിട്ട് 200 ക്യാരക്ടർ ഉള്ള മാതിരിയും മാക്സിമം 1500 ക്യാരക്ടറിനുള്ളിലുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ ഇൻഫർമേഷൻ കൊടുക്കുക, എന്താണ് നടന്നതെന്ന്. ഈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സേവ് ആസ് ഡ്രാഫ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ 3 ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വരാം. ഓക്കെ, അവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത പേജ് സസ്പെക്ടിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഒന്നാമത്തെ ടിക്ക് മാർക്ക് കണ്ടോ, ഐ വുഡ് ലൈക്ക് ദ ഇൻഫർമേഷൻ അബൌട്ട് സസ്പെക്ടഡ് ക്രിമിനൽ പ്രൊവൈഡഡ് ബൈ മീ ബി ഷെയർഡ് വിത്ത് ഓൾ ഏജൻസീസ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻവോൾവ് ഇൻ പ്രിവെൻഷൻ ഓഫ് സൈബർ ക്രൈം. അതായത് നമ്മൾ ഈ ഡീറ്റെയിൽസ് സസ്പെക്ടഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് നമ്മളുടെ എല്ലാ ഓർഗനൈസേഷൻസിനും ആ ഡീറ്റെയിൽസ് ഷെയർ ആവണം. സൈബർ ക്രൈം ആയിട്ട് റിലേറ്റഡ് എല്ലാ ഓർഗനൈസേഷനും ആ ഡീറ്റെയിൽസ് ഷെയർ ആവണം എന്നൊരു ഓപ്ഷനാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട അതുകൊണ്ട് അത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ പ്ലീസ് ഡു നോട്ട് ഷെയർ സസ്പെക്ട് മൊബൈൽ നമ്പർ ഇൻ അതർ ഫീൽഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സസ്പെക്ടിന്റെ നെയിം കണ്ടോ, നെയിം നമ്മൾ കൊടുക്കണം. ഇപ്പൊ എനിക്ക് വന്ന സസ്പെക്ടിന്റെ പേര് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് ഭാരത് പേ ആണ്. അതിനുശേഷം സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്താണ് അവിടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇപ്പോൾ ഇതിൽ വന്ന മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ മൊബൈൽ നമ്പറോട് ആഡ് ചെയ്യുക, ആഡ് എന്ന് കൊടുക്കുക. ഇപ്പൊ ഞാൻ അവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ട് ഞാൻ ആഡ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഫോട്ടോഗ്രാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് മാൻഡേറ്റ് അല്ല, ഫോട്ടോഗ്രാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുത്തിട്ട് സേവ് ആസ് ഡ്രാഫ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്തത് കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ്. ആ ഡീറ്റെയിൽസ് താഴെ നമ്മൾ ഓൾറെഡി നമ്മളുടെ പേര്, മൊബൈൽ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ID തന്നെ എടുത്തിട്ട് അത് വരും. കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ആ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് വന്നോളും. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ നമ്മളുടെ ഭാര്യയുടെ പേര്, നമ്മളുടെ ഇമെയിൽ ID, നമ്മളുടെ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നമ്മളുടെ വിക്ടിമിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ ആരാണോ വിക്ടിം, നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാഷണൽ ID പ്രൂഫ് കൊടുക്കുക. വേറെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് സെൽഫ് എന്ന് പകരം നമ്മൾ ആ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തതിനു ശേഷം അവരുടെ ID കൊടുക്കുക. ഈ ID കൊടുത്തതിന് ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കാണും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് സബ്മിറ്റ് ചെയ്യരുത്. എന്നാലും സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ലൈനായിട്ട് കാണും. അതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് എന്ന് കൊടുക്കുക. നമ്മൾക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് കംപ്ലൈന്റ് നമ്പർ, രജിസ്റ്റർ ചെയ്ത കംപ്ലൈന്റ് നമ്പർ വരും. അതിനുശേഷം ആ കംപ്ലൈന്റ് സ്റ്റേറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ മുകളിൽ ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, കണ്ടല്ലോ, ഞാനിവിടെ കൊടുത്ത കംപ്ലൈന്റ് സ്റ്റേറ്റസ് ആണ് കാണിക്കുന്നത്. ആ കംപ്ലൈന്റ് അക്നോളജ്മെന്റ് നമ്പർ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. കംപ്ലൈന്റ് ഡേറ്റ് കൊടുത്ത ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ പെൻഡിങ് ആണ്, അവരുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഇതിന്റെ സ്റ്റേറ്റസ് നമ്മുടെ കംപ്ലൈന്റ് നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ കവർ ചെയ്തു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും നന്ദി, നമസ്കാരം.